عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كلما ذكره الذاكرون وغفل عن ذكره الغافلون. أما بعد. ഞാൻ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനക്കാർ ശിർക്കിന് നൽകിയ ഒരു നിർവചനമനുസരിച്ച് മഹാനായ രണ്ടാം ഖലീഫ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വരേക്കും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഒരവസ്ഥയാണുള്ളത്. അതേക്കുറിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബിനെ കുറിച്ച് ഒരാൾക്കും പറഞ്ഞറിയിക്കേണ്ടതില്ല. ഇസ്ലാമിലെ രണ്ടാമത്തെ ഖലീഫയാണ്. അൽ ഫാറൂഖ്, സത്യവും അസത്യവും വേർതിരിച്ച മഹാൻ എന്ന് സ്ഥാനപ്പേരിൽ മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മഹാനാണ്. മാത്രമല്ല, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഇന്നല്ലാഹ ജഅലൽ ഹഖ്ഖ അലാ ലിസാനി ഉമറ വഖൽബിഹി. നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നാവിലും അവിടുത്തെ മനസ്സിലും അല്ലാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. അഥവാ പൂർണ്ണമായും സത്യത്തിൻ്റെ വക്താവാണ് മഹാനായ രണ്ടാം ഖലീഫ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്ന് ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസിലൂടെ അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുകയാണ്. അതേപോലെ മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്, വല്ലദീ നഫ്സി ബിയദിഹി മാ ലഖീക ശൈത്താനു ഖത്തു സാലിക്കൻ ഫജ്ജൻ ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക. ഓ ഉമറെ, നിങ്ങളൊരു വഴിയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ മറുഭാഗത്തിലൂടെ പിശാച് വരുന്നുണ്ട് എന്ന് സങ്കല്പിച്ചാൽ ആ പിശാച് അങ്ങയെ കണ്ടപാട് വഴിമാറി സഞ്ചരിക്കും. അത്രത്തോളം അങ്ങയോട് പിശാചിന് വൈമനസ്യമാണ്, വിരോധമാണ്, അങ്ങയെ പേടിയാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച സ്ഥാനം നൽകിയ മഹാനാണ്. ഈ ഹദീസ് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. പിശാച് ഉമർ റളിയല്ലാഹു അൻഹു ഒരു വഴിയിലൂടെ വരികയാണെങ്കിൽ വേറെ വഴി തേടിക്കൊണ്ട് പോകും എന്ന ഹദീസ്. അതേസമയത്ത് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ നമുക്ക് കാണാം, യജിരി മിനിബി ആദമ മജറദ്ദമി. പിശാച് ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ രക്തം പാസ് ചെയ്യുന്ന സ്ഥലത്തിലൂടെയൊക്കെയും പാസ് ചെയ്യും. അവനിക്ക് പ്രവേശിക്കാനുള്ള കഴിവുണ്ട്, അവൻ പിഴപ്പിക്കാൻ വരും എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും തന്നെ ഉദ്ധരിച്ച ഹദീസിലൂടെ നബി തങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പമാണ് ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത്, ഉമറെ, തങ്ങളൊരു വഴിയിലൂടെ കടന്നു വരുമ്പോൾ പിശാച് വേറെ വഴി തേടിക്കൊണ്ടു പോകും, അങ്ങ് വരുന്ന വഴിയിലൂടെ കടന്നു വരാൻ പിശാചിന് സാധിക്കില്ല എന്ന് പഠിപ്പിക്കുന്നത്. ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ നേതാവായി അവർ തന്നെ പരിചയപ്പെടുത്തിയ ഇബ്നു തൈമിയ്യ പോലും പറയുന്നത്, എല്ലാ മനുഷ്യരുടെ മേലിലും പിശാചിനിക്ക് ഒരു ചാൻസ് ഉണ്ട്, അവനിക്ക് പ്രവേശിക്കാനും പിഴപ്പിക്കാനും സാധിക്കും. മറിച്ച് ഉമർ റളിയല്ലാഹുവിനെ പിഴപ്പിക്കാൻ പിശാചിന് കഴിയുകയില്ല. കാരണം പിശാചിനെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിടിച്ചു കെട്ടിയിട്ടുണ്ട്, കീഴ്പ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഇബ്നു തൈമിയ്യ വരെ തൻ്റെ മിൻഹാജുസ് സുന്നത്തുൻ നബവിയ്യ എന്ന ബുക്കിൽ പഠിപ്പിക്കുന്നതായിട്ട് കാണാം. അത്രത്തോളം വലിയ മഹത്വമുള്ള മഹാനാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ശിർക്കിൻ്റെ ഖണ്ഡകോടാലിയാണ്, തൗഹീദിൻ്റെ ഏറ്റവും വലിയ വക്താവാണ് മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ നിരവധി ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് ഇസ്ലാമിക ചരിത്രങ്ങളിൽ നിന്ന് കാണാവുന്നതാണ്. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാഹ് പറയുന്നത് 15 ആയത്തുകൾ, വിശുദ്ധ ഖുർആനിലെ 15 സൂക്തങ്ങൾ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട് എന്നാണ്. അത്രയ്ക്കും മഹത്വമുള്ള ഫാറൂഖ് എന്ന നബി തങ്ങൾ സ്ഥാനപ്പേര് നൽകിയ ആ മഹാൻ ചെയ്ത ചില പ്രവൃത്തികൾ, ആ പ്രവൃത്തികൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ശിർക്കിൻ്റെ നിർവചനം വെച്ച് നോക്കുമ്പോൾ അത് അപകടവും ശിർക്കുമായി തീരുന്നു. എൻ്റെ കയ്യിലുള്ള ഈ പുസ്തകം അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന കുഞ്ഞീദ് മദനി എഴുതി മുജാഹിദ് സെൻറ്റർ കോഴിക്കോട് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. അതിൻ്റെ 3ാമത്തെ എഡിഷനാണിത്. ഇതിൽ നൽകുന്ന നിർവചനമുണ്ട്, നമുക്ക് വായിക്കാം. ഇസ്തിഗാസ എന്ന തലക്കെട്ടോടെ പറയുന്നതാണ്.
മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോടോ മരിച്ചവരോടോ സഹായാർത്ഥന നടത്തുന്നത് ഷിർക്കാണ്. ഇൻ ബ്രാക്കറ്റ് ബഹുദൈവാരാധനയാണ്. എന്ത്? മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ, അഥവാ മനുഷ്യർക്ക് കഴിയാത്ത കാര്യങ്ങളിൽ, സാധാരണഗതിയിൽ മനുഷ്യർക്ക് കഴിയാത്ത കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോട് ചോദിച്ചാലും മരണപ്പെട്ടവരോട് ചോദിച്ചാലും അത് ഷിർക്കാണ്, ബഹുദൈവാരാധനയാണ് എന്നാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന മുജാഹിദ് സെൻറ്റർ കോഴിക്കോട് പ്രസിദ്ധീകരിച്ച ഈ പുസ്തകത്തിൻ്റെ 77-ാമത്തെ പേജിൽ പഠിപ്പിക്കുന്നത്. എൻ്റെ കയ്യിലെ പതിപ്പ്, മറ്റൊരു പതിപ്പിൽ, പഴയ പതിപ്പിൽ 102-ാമത്തെ പേജിലും പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊരു മൗലവിയുടെ പുസ്തകമുണ്ട്. എന്താണ്? തൗഹീദിൻ്റെ മൗലികത എന്ന പുസ്തകമാണ്. അതിൽ അദ്ദേഹം പറയുന്നത് കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള നിലക്ക് തേട്ടം, കാര്യകാരണങ്ങൾ ബന്ധങ്ങൾക്ക് അപ്പുറത്തെ തേട്ടം, അത് ഇബാദത്താണ്, പ്രാർത്ഥനയാണ്, ഷിർക്കാണ് എന്നാണ് പറയുന്നത്. തൗഹീദിൻ്റെ മൗലികത എന്ന പുസ്തകത്തിൻ്റെ 24-25 പേജുകളിൽ പറഞ്ഞായിട്ട് കാണാം. അഥവാ കാര്യകാരണ ബന്ധം ഒന്നുമില്ല, ആ നിലയ്ക്ക് ചോദിക്കുക. അല്ലെങ്കിൽ എന്താണ്? മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ ചോദിക്കുക. ഇത് ഷിർക്കാണ്, ബഹുദൈവാരാധനയാണെന്നാണ് മുജാഹിദ് പ്രസ്ഥാനക്കാർ പഠിപ്പിക്കുന്നത്. എന്നാൽ നമുക്കൊന്ന് നോക്കാം. എൻ്റെ കയ്യിലുള്ള ഈ കിതാബ് ഖത്ൽ അൽ ഖുർആൻ എന്ന് പറയുന്ന കിതാബാണ്. ഇത് രചിച്ചിട്ടുള്ളത് ഹിജ്റ 427 വഫാത്തായ മഹാനായ ഇമാം അബൂ ഇസ്ഹാഖ് സഅലബി റഹിമഹുല്ല എന്ന പണ്ഡിതനാണ്. മഹാനവറുകൾ ഇതിൽ സംഭവം പറയുന്നുണ്ട്. അഥവാ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഒരു യുവാവ് ഉണ്ടായിരുന്നു. ആ യുവാവ് എല്ലാ വഖത്തിലും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ കൂടെ മസ്ജിദ് നബവിയിൽ നിസ്കരിക്കാൻ വരുന്നയാളാണ്. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം വരാതിരുന്നപ്പോൾ ഉമർ റളിയല്ലാഹു അദ്ദേഹത്തെക്കുറിച്ച് ചോദിക്കുകയും അദ്ദേഹം മരണപ്പെട്ട വിവരം അറിയുകയും ചെയ്തു. അതേക്കുറിച്ചുള്ള സംഭവമാണ്. ആ പറഞ്ഞ യുവാവ് ഉമർ റളിയല്ലാഹുവിനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാ വക്തും പള്ളിയിൽ വരുന്നൊരു വ്യക്തി. അദ്ദേഹം ഒരു ദിവസം ഇശാ നിസ്കാരം കഴിഞ്ഞു മടങ്ങി. ആ മടങ്ങുന്ന സമയത്ത് വഴിയിൽ വെച്ചുകൊണ്ട് ഒരു സ്ത്രീ മഹാനായ ആ യുവാവിനെ വഴിപഴപ്പിക്കാനുള്ള ശ്രമം നടത്തി. അങ്ങനെ മഹാനവറുകൾ അള്ളാഹുവിനെ ഭയപ്പെട്ടു. അള്ളാഹുവിൻ്റെ ശിക്ഷയെയും അള്ളാഹുവിനെയും ഭയന്നുകൊണ്ട് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വിശുദ്ധ ഖുർആനിലെ ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫൈദാ ഹും മുബ്സിറൂൻ എന്ന സൂക്തം സൂറത്തുൽ അറാഫിലെ 201-ാമത്തെ ആയത്താണ്. ഈ സൂക്തം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടന്നു വന്നു. എന്താണ്? തീർച്ചയായും അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു കൂട്ടർ, ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി, പിശാചിൽ നിന്ന് ഒരു വിഭാഗം അല്ലെങ്കിൽ പിശാച് അവരെ പിടിപെട്ടു, അവരെ സ്പർശിക്കാൻ ശ്രമിച്ചാൽ അവരെന്താക്കും? അള്ളാഹുവിനെ ഓർക്കും. അങ്ങനെ അവരെന്താണ്? യഥാർത്ഥ പാതയിലേക്ക് തന്നെ, ആ ദുഷിച്ച ചിന്ത വല്ലതും വന്നാൽ അത് വലിച്ചെറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് സത്യത്തിലേക്ക് തന്നെ മടങ്ങും എന്നർത്ഥം വരുന്ന സൂക്തം മനസ്സിൽ വരികയും മനസ്സിൽ ഓതുകയും ചെയ്തു. അങ്ങനെ ആ സമയം ആ വ്യക്തി ബോധം കെട്ട് നിലത്ത് വീണു. അങ്ങനെ ആ സ്ത്രീ അട്ടഹസിച്ചുകൊണ്ട് സഹായത്തിനായി മറ്റൊരുത്തിയെ വിളിച്ചു. ഈ യുവാവിൻ്റെ വീട്ടിൻ്റെ പുറത്ത് ഗേറ്റിന് സമീപത്ത് കൊണ്ട് ഇടുകയും ചെയ്തു. ആ സമയത്ത് തൻ്റെ പിതാവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ തൻ്റെ മകൻ ഗേറ്റിൻ്റെ ചാരത്ത് ബോധം കെട്ട് കിടക്കുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ പിതാവ് ആ യുവാവിനെ എടുത്തുകൊണ്ട് ബോധം തെളിയാനുള്ള ചികിത്സകളൊക്കെ നടത്തി ബോധം തെളിഞ്ഞു. അങ്ങനെ തൻ്റെ പിതാവ് ചോദിക്കുകയാണ്, മല്ലദി അസ്വാബക യാ ബുനയ്യ, ഓ മോനെ, എന്ത് സംഭവിച്ചു? നീ ബോധം കെട്ടി കിടക്കുന്നു, എന്തേ പറ്റിയത്? ഫഖാല, ആ യുവാവ് പറയാം, ലാ തസ്അൽനി, കാര്യം എന്നോട് തിരക്കരുത്, പിതാവെ എന്നോട് ചോദിക്കരുത് വിഷയം. ഫലം യസൽ ബിഹി അബൂഹു ഹത്ത അഖ്ബറഹുൽ ഖബർ. പിതാവ് ചോദിച്ചുകൊണ്ടേയിരുന്നു, ആവർത്തിച്ച് ചോദിച്ചു, പറയ വിഷയം, എന്ത് സംഭവിച്ചു, പറ. ആ സമയത്ത് എന്താക്കി? വിഷയം പറഞ്ഞു കൊടുത്തു. അതോടൊപ്പം ഈ നേരത്തെ ഓതിയ ആയത്ത് ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്വാനി തദക്കറൂ ഫൈദാ ഹും മുബ്സിറൂൻ എന്ന ആയത്ത് ഈ യുവാവ് ഓതുകയും ചെയ്തു. ആ ഓതിയ പാടെ യുവാവ് ബോധം കെട്ട് വീഴുകയും അതോടെ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തെ
തൻ്റെ പിതാവും മറ്റും കൂടി മറവ് ചെയ്തു. ശേഷം ഈ വിഷയം ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് അറിയിച്ചു. അങ്ങനെ ഉമർ റളിയല്ലാഹു എന്താക്കാണ്, വന്നു അദ്ദേഹത്തിൻ്റെ ഖബറിൻ്റെ അടുത്ത് നിന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു ചെയ്ത പണിയാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഉമർ റളിയല്ലാഹു വന്നു ആ യുവാവിൻ്റെ ഖബറിടത്ത് നിന്നുകൊണ്ട് ഫനാദാഹു, ആ യുവാവിനെ വിളിച്ചു, ബിസ്മിഹി, അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു ചോദിക്കുകയാണ്, ഒലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നത്താൻ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാണ്, അള്ളാഹുവിൻ്റെ സ്ഥാനത്തെയും മഹത്വത്തെയും ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചയാൾക്ക് അള്ളാഹു 2 സ്വർഗം നൽകും എന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ആ സ്വർഗം നിനക്ക് കിട്ടിയോ എന്ന അർത്ഥത്തിൽ മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ യുവാവിനെ വിളിക്കുകയും ചോദിക്കുകയും ചെയ്തു. ഫനൂദിയ മിൻ ഖബരിഹി, ആ സമയത്ത് ആ യുവാവ് തൻ്റെ ഖബറിൽ നിന്നും മറുപടി നൽകുകയാണ്. എന്താണ് നൽകിയത്? ഖദ് അഅതാനിഹി മാ റബ്ബി യാ ഉമറു, ഓ ഉമറെ, എനിക്ക് എൻ്റെ റബ്ബ് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ 2 സ്വർഗവും തന്നു കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഉമർ റളിയല്ലാഹുവിനോട് മറുപടി നൽകുകയും ചെയ്തു എന്ന് മഹാനായ ഇമാം അബൂ ഇസ്ഹാഖ് സഅലബി റഹിമഹുല്ലാഹ് ഹിജ്റ 427 വഫാത്തായ മഹാനാണ് തൻ്റെ ഖത്ൽ അൽ ഖുർആൻ എന്ന ഗ്രന്ഥത്തിൻ്റെ 98, 99 പേജുകളിലാണ് നമ്മെ കാര്യം പഠിപ്പിക്കുന്നത്. ഇത് നാം പറഞ്ഞ മുജാഹിദ് പ്രസ്ഥാനക്കാരുടെ തൗഹീദിൻ്റെ നിർവചനം അനുസരിച്ച് ശിർക്കാവേണ്ടതാണ്. അതേക്കുറിച്ച് വഹാബികൾക്ക് എന്ത് പറയാനുണ്ട് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഈ ഒരു സംഭവം മഹാനവകൾ മാത്രമല്ല, ധാരാളം അയിമ്മത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ പ്രമുഖരാണ് മഹാനായ ഹാഫിദ് ഇബ്നു അസാക്കിർ റഹ്മഹുല്ലാ. ഹിജ്റ 571 വഫാത്തായ മഹാൻ തൻ്റെ താരീഖ് ദിമഷ്ഖ് അൽ കബീർ എന്ന ഗ്രന്ഥത്തിൻ്റെ 45-ാമത്തെ വാള്യം 450-ലും ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹിജ്റ 597 വഫാത്തായ മഹാനായ ഹാഫിദ് ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാ തൻ്റെ ദമ്മുൽ ഹവ എന്ന ഗ്രന്ഥത്തിൽ അതിൻ്റെ 251-50 പേജുകളിൽ വ്യക്തമായി പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ഹിജ്റ 670 വഫാത്തായ മഹാനായ ഹാഫിദ് അഹ്മദ് റഹ്മഹുല്ലാ, അൽ ഹാഫിദുൽ ഹുമാം അഹ്മദ് റഹ്മഹുല്ലാ തൻ്റെ കിതാബ് അൻ-നുത്ഖുൽ മഫ്ഹൂം മിൻ അഹ്ലി സ്വംതിൽ മഅലൂം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ 193-ാമത്തെ പേജിലും പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ ഹാഫിദ് മുത്തഖിൽ ഹിന്ദി ഹിജ്റ 975 വഫാത്തായ ഹദീസ് പണ്ഡിതനാണ് അൽ മുത്തഖിൽ ഹിന്ദി റഹ്മഹുല്ലാ തൻ്റെ കൻസുൽ ഉമ്മാൽ എന്ന ഹദീസ് ഗ്രന്ഥത്തിൻ്റെ 516 പേജുകളിൽ 2-ാം വാള്യത്തിലും പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതേപോലെ മഹാനായ ഹംബലി മദ്ഹബിലെ പ്രമുഖ പണ്ഡിതനായ ഇബ്നു അബ്ദുൽ ഹാദി എന്ന പേരിൽ അറിയപ്പെടുന്ന 909-ൽ വഫാത്തായ മഹാനായ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മനാഖിബിൽ രചിച്ച 3 വാള്യമടങ്ങുന്ന ഗ്രന്ഥത്തിൻ്റെ 2-ാം വാള്യം, 2-ാം വാള്യത്തിൻ്റെ 768-69-ലും ഈ സംഭവം എടുത്തുദ്ധരിച്ച് നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് കാണാം. ഇങ്ങനെ അഹ്ലുസ് സുന്നത്തുൽ ജമാഅത്തിൻ്റെ പണ്ഡിതന്മാർ, ധാരാളം പണ്ഡിതന്മാരും ഈ സംഭവം എടുത്തുദ്ധരിച്ചുകൊണ്ട് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേരളത്തിലെ മുജാഹിദുകളടങ്ങുന്ന പുത്തനാശയക്കാർ അംഗീകരിക്കുന്ന അവരുടെ പണ്ഡിതന്മാർ ഈ വിഷയം ഉദ്ധരിക്കുന്നത് കൂടി നമുക്ക് വായിക്കാവുന്നതാണ്. ഇബ്നു തൈമിയ്യയ്ക്ക് ശേഷം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പതാക വാഹകനാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ വലിയ പണ്ഡിതനായിട്ട് മുജാഹിദ് പ്രസ്ഥാനക്കാരുടെ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്ന പുസ്തകത്തിൽ പരിചയപ്പെടുത്തിയ ഇബ്നുൽ ഖയ്യിമുൽ ജൗസിയ്യ ഹിജ്റ 751-ൽ വഫാത്തായ മരണപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ റൗദത്തുൽ മുഹിബ്ബീൻ വനുസ്ഖത്തുൽ മുഷ്താഖീൻ എന്ന ഗ്രന്ഥത്തിൻ്റെ കോപ്പിയാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൻ്റെ 607-ാമത്തെ പേജിലും ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയ ആ യുവാവിൻ്റെ ഖബറിന് സമീപത്ത് പോയി വിളിക്കുകയും വിഷയം അന്വേഷിക്കുകയും അങ്ങനെ ഖബറിൽ നിന്നും മറുപടി അദ്ദേഹം ആ യുവാവ് നൽകുകയും ചെയ്ത സംഭവം ഇബ്നുൽ ഖയ്യിം തൻ്റെ റൗദത്തുൽ മുഹിബ്ബീൻ എന്ന ഗ്രന്ഥത്തിൻ്റെ 607-ലും പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതേപോലെ ഹാഫിദ് ഇബ്നു കസീർ തൻ്റെ തഫ്സീർ ഖുർആനുൽ അദീം എന്ന ഗ്രന്ഥത്തിൻ്റെ 3-ാം വാള്യം 534-ലും നേരത്തെ നാം ഓതിയ ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താനി തദക്കറു ഫഇദാ ഹും മുബ്സിറൂൻ എന്ന സൂറത്തുൽ അറാഫിൻ്റെ 201-ാമത്തെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അതിന് വ്യാഖ്യാനമായിക്കൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു പോയ
ആ യുവാവിൻ്റെ ഖബറിൻ്റെ സമീപത്ത് ചെന്നുകൊണ്ട് വിളിക്കുകയും സ്വർഗം കിട്ടിയോ എന്ന് ചോദിക്കുകയും അങ്ങനെ കിട്ടിയെന്ന് ഖബറിൽ മറുപടി നൽകുകയും ചെയ്ത സംഭവം റിപ്പോർട്ട് ചെയ്ത് തഫ്സീറായി കൊണ്ട് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇബ്നു കസീറിൻ്റെ തഫ്സീർ ഏറ്റവും പ്രാമാണിക തഫ്സീറാണ് എന്ന് മുജാഹിദുകൾ തന്നെ പഠിപ്പിച്ചത് ശ്രദ്ധേയമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഖുർആൻ്റെ വെളിച്ചം എന്ന യുവത ഇറക്കിയ പുസ്തകം ആണ് എൻ്റെ കയ്യിലുള്ളത്. ഇതിൻ്റെ 10ാമത്തെ പേജിൽ പറയുന്നത് നമുക്ക് കാണാം. 10ാമത്തെ പേജിൽ പറയുന്നു, തഫ്സീർ അബൂ ഫിദ ഇസ്മായിൽ ഇബ്നു കസീർ, മരണം ഹിജ്റ 774. പണ്ഡിതന്മാർ ഏറ്റവും അധികൃതമെന്ന് അംഗീകരിക്കുന്ന ഗ്രന്ഥം, അതിബൃഹത്താണിത് എന്ന് 10ാം പേജിൽ പഠിപ്പിക്കുന്നുവെങ്കിൽ അതിൻ്റെ 44ാമത്തെ പേജിൽ തഫ്സീർ ഇബ്നു കസീർ എന്ന തലക്കെട്ടോടെ പറയുന്നു, അനേകം ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ഇബ്നു കസീർ. ചരിത്ര ഗ്രന്ഥമായ ബിദായത്തുൻ നിഹായയും തഫ്സീറുമാണ് ഇവയിൽ പ്രസിദ്ധമായത്. ഹിജ്റ 774 അദ്ദേഹം അന്തരിച്ചു. ഗുരുനാഥൻ ഇബ്നു തൈമിയ്യയുടെ ഖബറിന് സമീപം മറമാടപ്പെടുകയും ചെയ്തു. ഇനി പറയുന്നതാണ് ശ്രദ്ധേയമായ വിഷയം. തഫ്സീറിലെ വിവരണ രീതി വളരെ ആകർഷണീയമാണ്. ആയത്തുദ്ധരിച്ച് വളരെ ചുരുങ്ങിയ പദങ്ങളിൽ വിവരിക്കുന്നു. വിശദീകരണം നൽകുന്ന മറ്റു ആയത്തുകൾ ഉദ്ധരിക്കുന്നു. ഖുർആനിനെ ഖുർആൻ കൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുന്നു എന്നതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഹദീസ് ഉദ്ധരിക്കുന്നു. ശേഷം സ്വഹാബിമാരുടെയും താബിഈകളുടെയും വ്യാഖ്യാനങ്ങൾ എല്ലാം ഉദ്ധരിച്ചു സ്വഹീഹായത് ഏതാണെന്ന് പ്രസ്താവിക്കുന്നു എന്നത് വളരെ സഹായകമായ ഒരു രീതിയാകുന്നു. തൻ്റെ മുൻഗാമികളായ ഇബ്നു ജരീർ, ഇബ്നു അബി ഹാത്തം, ഇബ്നു അത്തിയ്യ മുതലായവരുടെ അഭിപ്രായങ്ങളും അദ്ദേഹം ഉദ്ധരിക്കുന്നു. യോജിക്കാൻ കഴിയാത്തവയെ വിമർശിക്കുകയും ചെയ്യുന്നു. തഫ്സീർ എങ്ങനെ ആയിരിക്കണമെന്ന ഇബ്നു തൈമിയ്യയുടെ വീക്ഷണത്തോട് നീതി പുലർത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. ഇസ്രായേലി കഥകൾ മുഴുവൻ ഉദ്ധരിച്ച ശേഷം ഇവ വിശ്വസിക്കാൻ പറ്റില്ല എന്നു അദ്ദേഹം പ്രസ്താവിക്കുന്നതിനാൽ വായനക്കാർ അബദ്ധത്തിൽപ്പെടാതെ പോകുന്നു. ചുരുക്കത്തിൽ ക്രോഡീകരിച്ച തഫ്സീറുകളിൽ ഏറ്റവും നല്ല തഫ്സീർ ഇബ്നു കസീറിൻ്റേതാണ്. ഈ തഫ്സീറിന് സമമായി മറ്റൊരു തഫ്സീർ എഴുതപ്പെട്ടിട്ടില്ല എന്ന് സുയൂത്തിയും സർഖാനിയും പറഞ്ഞിട്ടുണ്ട്. അത്രത്തോളം മഹത്വമുള്ള അംഗീകരിക്കപ്പെടുന്ന തഫ്സീറാണ് എന്നാണ് ഇബ്നു കസീറിനെ കുറിച്ച് ഖുർആൻ്റെ വെളിച്ചം എന്ന യുവത ഇറക്കിയ പുസ്തകത്തിൽ അതിന് 44ാം പേജിൽ പഠിപ്പിക്കുന്നത്. ഇക്കാര്യം 2000 ജൂലൈ ലക്കം അൽമനാറിലും പറഞ്ഞതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അത്രക്കും മഹത്വവൽക്കരിക്കുന്ന ഒരു തഫ്സീറാണ് ഇബ്നു കസീറിൻ്റെ തഫ്സീർ. ആ തഫ്സീറിൻ്റെ സൂറത്തുൽ അറാഫിലെ 201ാമത്തെ ആയത്തിലാണ്, അതിൻ്റെ തഫ്സീറായിക്കൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട വ്യക്തിയുടെ ഖബറിൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തോട് കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള നിലക്ക് ചോദിക്കുകയും അദ്ദേഹം മറുപടി നൽകുകയും ചെയ്ത സംഭവം ഉദ്ധരിച്ച് പഠിപ്പിക്കുന്നത്. ഇത് ശരിയല്ലെന്നോ ഇത് ഇസ്രായേൽ കഥയാണെന്നോ ഒന്നും ഇബ്നു കസീർ പറഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാവാണ് ഇബ്നു അബ്ദുൽ വഹാബ്. അദ്ദേഹത്തിൻ്റെ അഹ്കാമു തമന്നിൽ മൗത്ത് എന്ന പുസ്തകമാണിത്. അതിൻ്റെ 48ാമത്തെ പേജിലും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ട യുവാവിൻ്റെ ഖബറിൻ്റെ സമീപത്ത് പോയിക്കൊണ്ട് വിളിക്കുകയും സ്വർഗം കിട്ടിയോ എന്ന് ചോദിക്കുകയും ഖബറിന് അദ്ദേഹം മറുപടി നൽകി എനിക്ക് സ്വർഗം കിട്ടിയിട്ടുണ്ട് ഉമറ എന്ന് പറയുകയും ചെയ്തു എന്ന് തൻ്റെ അഹ്കാമു തമന്നിൽ മൗത്ത് എന്ന പുസ്തകത്തിൽ മുജാഹിദുകളുടെ ഏറ്റവും വലിയ നേതാക്കളിൽപ്പെട്ട ഇബ്നു അബ്ദുൽ വഹാബും പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ചുരുക്കത്തിൽ നേരത്തെ പറഞ്ഞ നിർവചനം അനുസരിച്ച് അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള ചോദ്യം അത് ആരാധനയാണ്, അത് പ്രാർത്ഥനയാണ്, ശിർക്കാണ് എന്ന് പഠിപ്പിക്കുന്ന വഹാബികൾ, അല്ലെങ്കിൽ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ ജീവിച്ചിരിക്കുന്നവരോട് ചോദിച്ചാലും മരണപ്പെട്ടവരോട് ചോദിച്ചാലും അത് ശിർക്കാണ്, ബഹുദൈവാരാധനയാണെന്ന് പഠിപ്പിക്കുന്ന വഹാബികൾ ഉമറുല്ലാവിൻ്റെ ഈ ഒരു ചെയ്തിയെ അഥവാ മരിച്ചു പോയ വ്യക്തിയെ വിളിക്കുന്നു, സഹായം ചോദിക്കുന്നു അഥവാ വിവരം അന്വേഷിക്കുന്നു, ആ വിവര അന്വേഷണത്തിന് മറുപടി ഖബറിൽ നൽകുന്നു. ഇത് പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിക്കുന്നു, പഠിപ്പിക്കുന്നു. ഈ നിലക്കുള്ള ഈ സംഭവം ഉമറുല്ലാവിൽ നിന്നുള്ള ശിർക്ക് ചെയ്യലാണെന്ന് പറയാനും അത് പ്രചരിപ്പിക്കാനും പുത്തനാശയക്കാർ തയ്യാറാകുമോ എന്നാണ് സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്ക് ചോദിക്കാനുള്ളത്. ഇനി നമുക്ക് മറ്റൊരു സംഭവം ഉദ്ധരിക്കാം. കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള ഇടപെടൽ, അതുപോലെ മനുഷ്യ കഴിവിന് അതീതമായ രീതിയിലുള്ള ഇടപെടൽ മഹാനായ 2ാം ഖലീഫ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടത്തിയത് നമുക്ക് പരിശോധിക്കാം. ധാരാളം ഇമ്മത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ഈ കിതാബ് മഹാനായ ഇമാം
താജുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളയുടെ ഹിജ്റ 771 വഫാത്തായ ഷാഫിഈ മദ്ഹബിലെ പ്രബല ഇമാമുകളിൽപ്പെട്ട ഇമാം താജുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളയുടെ കിതാബാണ് മുഈദുൻ നിഅം മുബീദുൻ നിഖം എന്ന് പറയുന്ന ഗ്രന്ഥം. അതിൻ്റെ 98-ാമത്തെ പേജിൽ ഒരു സംഭവം പറയുന്നുണ്ട്. നമുക്കത് വായിക്കാം. വഅമ്മ ഖിസ്വത്തു സാരിയത, മഹാനായ സ്വഹാബി വര്യൻ സാരിയ റളിയല്ലാഹു അൻഹു, ഫഇന്ന ഉമറ റളിയല്ലാഹു അൻഹു, നിശ്ചയം സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു, കാന അമ്മറഹു അലാ ജയ്ഷിൻ, മഹാനായ സാരിയ റളിയല്ലാഹു അൻഹുവിനെ സൈന്യത്തിൻ്റെ നേതാവായി നിർത്തിയിരുന്നു. വജഹസഹു ഇലാ ബിലാദി ഫാരിസ, പേർഷ്യയിലേക്ക് യുദ്ധത്തിന് പോകാൻ വേണ്ടി റെഡിയാക്കി നിർത്തി. ആ സൈന്യത്തിൻ്റെ ക്യാപ്റ്റനായിരുന്നു മഹാനായ സാരിയ റളിയല്ലാഹു അൻഹു. അങ്ങനെ ഫസ്തദൽ ഹാലു അല അസ്കരിഹി ബിബാബി നഹാവന്ത്, പേർഷ്യയിലുള്ള നഹാവന്തി എന്ന സ്ഥലത്ത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ സൈന്യത്തിലേക്ക് അവരുടെ അവസ്ഥ വളരെ ശക്തമായി, അഥവാ ശത്രു ഏറ്റുമുട്ടത്തിൽ പരാജയം സംഭവിക്കുമോ എന്ന മട്ടിലെത്തി. അപ്പോൾ കാതൽ മുസ്ലിമോനെ യൻഹസിമൂന, മുസ്ലിമുകൾക്ക് ഓടിപ്പോകാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു തആല അൻഹു ബിൽ മദീന, ഇമാം മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഉള്ളത് മദീനത്താണ്. സാരിയത്ത് റളിയല്ലാഹു അൻഹുവും സൈന്യവും ഉള്ളത് പേർഷ്യയിലെ നഹാവന്തി എന്ന സ്ഥലത്ത്. അഥവാ മഹാനായ ഹാഫിദ് അബൂ നഈം ഒക്കെ പറഞ്ഞതുപോലെ ഒരു മാസം യാത്ര ചെയ്താൽ എത്തുന്ന ദൂരത്ത്, യാത്ര ചെയ്ത് അന്നത്തെ രീതിയിൽ യാത്ര ചെയ്ത് പോവുകയാണെങ്കിൽ ആ നഹാവന്തി എന്ന സ്ഥലത്ത് മദീനയിൽ നിന്നും പുറപ്പെട്ടാൽ എത്താവുന്നത് ഒരു മാസം പിടിക്കും. ഒരു മാസത്തെ വഴി ദൂരമുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്താണ് മഹാനായ സാരിത്ത് റളിയല്ലാഹു അൻഹുവും സൈന്യവും ഉള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു ഉള്ളതോ മദീനത്തുമാണ്. അങ്ങനെ ഫസ്വഇദൽ മിമ്പർ, സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ മിമ്പറിൽ കയറി. ثم استغاث في أثناء خطبته, തൻ്റെ ഖുതുബയുടെ ഇടയിൽ മഹാനവറുടെ ഇസ്തിഗാസ നടത്തി, സഹായാർത്ഥന നടത്തി. ബിഅലാ സൗതിഹി, വളരെ ഉച്ചത്തിൽ. എന്താ നടത്തിയത്? യാ സാരിയതു അൽ ജബൽ, യാ സാരിയതു അൽ ജബൽ. മഹാനായ സാരിയ റളിയല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പർവ്വതത്തെ വീക്ഷിക്കാനും നിരീക്ഷിക്കാനും അവിടേക്ക് ശ്രദ്ധ ചെലുത്താനും മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ മിമ്പറിൽ നിന്നും കൽപ്പിക്കുകയാണ്. അങ്ങനെ ഉമർ ഈ വിളി ഫഅസ്മഅ അല്ലാഹു തആല സാരിയത വജുനൂദഹു അജ്മഈൻ, ഉമർ ഈ വിളി സാരിയ റളിയല്ലാഹു അൻഹുവിനെയും സൈന്യം മുഴുവത്തെയും അള്ളാഹു കേൾപ്പിച്ചു. വഹും, അവരാണെങ്കിലോ നഹാവന്ത്, നഹാവന്തിലാണുള്ളത്, പേർഷ്യയിലെ നഹാവന്ത് സ്ഥലത്താണുള്ളത്. 1000 കണക്കിന് കിലോമീറ്റർ ദൂരത്താണ്. ഒരു മാസം യാത്ര ചെയ്താലേ എത്തുകയുള്ളൂ. അത്രയ്ക്കും വഴി ദൂരത്തുള്ള സ്ഥലത്താണുള്ളത്. അവിടെയുള്ള മഹാനായ സാരിയ റളിയല്ലാഹു അൻഹുവിനെയും മറ്റും ഈ ശബ്ദം ഉമർ റളിയല്ലാഹു അൻഹു മദീനത്തെ വിളിച്ചു പറയുന്ന ശബ്ദം കേൾപ്പിച്ചു. അവർ കേട്ടു, അവർ തിരിച്ചറിഞ്ഞു ഇത് മഹാനായ അമീർ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബിൻ്റെ വിളിയാണ്, അഭ്യർത്ഥനയാണ് എന്നവർ തിരിച്ചറിഞ്ഞു. അങ്ങനെ അവർ മനസ്സിലാക്കി യൗമുർനാ ബിൽ ഇൽതിജാ ഇലൽ ജബലി, നമ്മോട് ഉമർ റളിയല്ലാഹു അൻഹു കൽപ്പിക്കുന്നത് പർവ്വതത്തിൻ്റെ ഭാഗത്തേക്ക് തിരിയാനാണ് എന്നത് അവർ മനസ്സിലാക്കി. അവർ തിരിഞ്ഞു. ഫറജഉ ഇലൈഹി വനജൗ, പർവ്വതത്തിൻ്റെ പിന്നിലൂടെ ശത്രുക്കൾ വരുന്നത് അവർ തിരിച്ചറിഞ്ഞു, അവർ നേരിട്ടു, അവർ രക്ഷപ്പെടുകയും ചെയ്തു എന്ന് ഉള്ള സംഭവം. അഥവാ കാര്യകാരണ ബന്ധങ്ങളൊന്നുമില്ലാതെ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്തേക്ക് സയ്യിദുനാ ഉമർ റളിയല്ലാഹു അൻഹു പിടിക്കുകയാണ്. ആ സ്ഥലത്തുള്ള കാര്യം ഉമർ റളിയല്ലാഹു അൻഹു കാണുകയാണ്. അങ്ങനെ വിളിച്ച വിളി ദൂരത്തിലുള്ള ആളുകൾ കേൾക്കുകയാണ്, അതനുസരിച്ച് പ്രവർത്തിക്കുകയാണ്. ഈ ഒരു സംഭവം ധാരാളം അയിമത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ താജുദ്ദീൻ സുബ്കി റഹ്മത്തുള്ളാഹി തൻ്റെ മുഈദുൻ നിഅം വ മുബീദുൻ നിഖം എന്ന കിതാബിൻ്റെ 98-ാമത്തെ പേജിലും സുബ്കി ഇമാം തന്നെ തൻ്റെ തബഖാത്തുൽ ഫുഖഹാഇ ഷാഫിഇയ്യ 2-ാം വാള്യം 324-ാമത്തെ പേജിലും പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മഹാനായ ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി തന്നെ അസ്സൈഫുൽ മഷ്ഹൂർ ഫി ശർഹി അഖീദത്തി അബി മൻസൂർ എന്ന തൻ്റെ ഗ്രന്ഥത്തിൻ്റെ 57-58 പേജുകളിൽ ഉദ്ധരിക്കുകയും ഇത് സ്വീകാര്യോഗ്യമായ പരമ്പരയുടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഉമർ റളിയല്ലാഹു അൻഹു എന്താക്കുകയാണ്? കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള പ്രവൃത്തി ചെയ്യുന്നു, കൽപ്പിക്കുന്നു, അതനുസരിച്ച് പ്രവർത്തിക്കുന്നു. വഹാബി
മുജാഹിദ് പ്രസ്ഥാനക്കാരുടെ ഷിർക്കിൻ്റെ നിർവചനം അനുസരിച്ച് ഈ ഒരു പ്രവൃത്തി തനി ഷിർക്കാണെന്ന് പറയേണ്ടി വരും. അള്ളാഹു കാക്കട്ടെ. ഈ ഒരു സംഭവം ഇമാം സുബക്കി മാത്രമല്ല, ഇമാം സുബക്കിക്ക് മുമ്പുള്ള ധാരാളം അയിമ്മത്ത്, ശേഷമുള്ള ധാരാളം അയിമ്മത്ത് നമ്മെ പഠിപ്പിച്ചതായിട്ട് കാണാം. അതിൽപ്പെട്ടതാണ് മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല. 4 മദ്ഹബുകളിലെ ഇമാമുകളിൽപ്പെട്ട മഹാനാണ്. 10 ലക്ഷത്തിലധികം ഹദീസുകൾ മനഃപ്പാടമാക്കിയ ഇമാമാണെന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അത്തൗഹീദ് മാസികയിൽ വരെ എഴുതി വെച്ച മഹാനായ 4 മദ്ഹബിൽ ഇമാമുകളിൽപ്പെട്ട ഇമാം അഹ്ലുസുന്ന എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലയുടെ കിതാബ് ഫദാഇൽ സ്വഹാബ എന്ന ഗ്രന്ഥത്തിൻ്റെ കോപ്പിയാണ് എൻ്റെ കയ്യിൽ. അതിൻ്റെ 201 വാള്യം 269, 270കളിൽ ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത് നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് കാണാവുന്നതാണ്. അതേപോലെ മഹാനായ ഇമാം ഇബ്നു ഖുതൈബ റഹിമഹുല്ല ഹിജ്റ 267 വഫാത്തായ പണ്ഡിതനാണ്. മഹാനവറുകൾ തൻ്റെ ഗരീബുൽ ഹദീസ് എന്ന ഗ്രന്ഥം അതിൻ്റെ 1-ാം വാള്യം 313ലും ഈ സംഭവം ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അതേപോലെ 412 വഫാത്തായ മഹാനായ അഷേഖ് അബു അബ്ദുറഹ്മാൻ അസ്സുലമി റഹിമഹുല്ല തൻ്റെ കിതാബുൽ അർബഈൻ ഫി തസൗഫ് എന്ന ഗ്രന്ഥത്തിൽ അതിൻ്റെ 4-ാമത്തെ പേജിലും വ്യക്തമാക്കിയതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതേപോലെ മഹാനായ ഇമാം ഹാഫിദ് ഹിബത്തുല്ലാഹി അൽ-ലാലികായി റഹിമഹുല്ല ഹിജ്റ 418 വഫാത്തായ മഹാനാണ്. അവർ തൻ്റെ ശറഹ് ഉസൂൽ ഇഅ്തിഖാദ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന പുസ്തകത്തിൽ കിതാബിൻ്റെ 1333-ാമത്തെ പേജിൽ 2-ാം വാള്യത്തിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. അതേപോലെ ഹാഫിദ് അബൂ നഈം റഹിമഹുല്ല 430 ഹിജ്റ വർഷത്തിൽ വഫാത്തായ മഹാനാണ്. തൻ്റെ ദലായിലുൻ നുബുവ 2-ാം വാള്യം 579ൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് നമുക്ക് കാണാം. അതേപോലെ ഹാഫിദും മുഹദ്ദിസും ഫഖീഹും ഷാഫിഈ മദ്ഹബിലെ 2-ാം ഷാഫി എന്ന സ്ഥാനത്തിൽ അറിയപ്പെടുന്ന മഹാനായ ഇമാം നവവി റഹിമഹുല്ല തൻ്റെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന ഗ്രന്ഥത്തിൻ്റെ 2-ാം വാള്യം 11-ാമത്തെ പേജിലും മഹാനായ സാരി റളിയല്ലാഹുവിൻ്റെ സംഭവം എടുത്തുദ്ധരിച്ച് മഹാനായ ഉമർ റളിയല്ലാഹുവിൻ്റെ കറാമത്തായി നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് കാണാം. അതേപോലെ മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ല ഹിജ്റ 852 വഫാത്തായ ഹാഫിദുൽ അസ്ർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ല തൻ്റെ അൽ ഇസാബ ഫി തമീസ് സ്വഹാബ എന്ന കിതാബിൻ്റെ 3-ാം വാള്യം 5-6 പേജുകളിൽ വ്യക്തമാക്കിയതായിട്ട് കാണാം. മാത്രമല്ല ഇത് വഹു ഇസ്നാദുൻ ഹസനുൻ, ഈ സംഭവം സ്വീകാര്യോഗ്യമായ പരമ്പരയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് എന്നുകൂടി ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി പഠിപ്പിക്കുന്നതിന് മറ്റുള്ള ഇമാമുകൾ പഠിപ്പിക്കുന്നത് പോലെ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലയുടെ പ്രധാന ശിഷ്യനും അസ്ഖലാനിയുടെ കൂടെ സഹയാത്രികരുമായി വർഷങ്ങളോളം വിജ്ഞാനം നുകർന്ന മഹാനായ ഹാഫിദ് അസ്സഹാബി ഹിജ്റ 902 വഫാത്തായ മഹാനാണ്. തൻ്റെ അൽ മഖാസിദുൽ ഹസന എന്ന ഗ്രന്ഥത്തിൽ അതിൻ്റെ 737-ാമത്തെ പേജിൽ വളരെ വ്യക്തമായി തൻ്റെ ഗുരുവര്യർ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലയിൽ നിന്നും എടുത്തു തിരിച്ചുകൊണ്ട് ഇത് ഇസ്നാദ് ഹസനാണ്, സ്വീകാര്യമായ പരമ്പരയോട് റിപ്പോർട്ടപ്പെട്ടാണെന്ന് ഷെയ്ഖുറ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനവറുകൾ തൻ്റെ മഖാസിദുൽ ഹസനയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേ ഹാഫിദ് സഖാബി റഹിമഹുല്ല തന്നെ തൻ്റെ തഖ്രീജുൽ അർബഈൻ അസ്സുലമിയ്യ ഫി തസൗഫ് എന്ന ഗ്രന്ഥത്തിൽ അതിൻ്റെ 45-ാമത്തെ പേജിലും സ്വീകാര്യമായ പരമ്പരയോട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സാരി റളിയല്ലാഹുവിൻ്റെ സംഭവം നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് കാണാവുന്നതാണ്. അതേപോലെ ഹാഫിദ് സുയൂത്തി റഹിമഹുല്ല തൻ്റെ ഇത്മാമുർ ദിറായ ലിഖുറാഇൻ നിഖായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ 8-ാമത്തെ പേജിലും വളരെ വ്യക്തമായി ഈ സംഭവം പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ മഹാനായ ഖാതിമത്തുൽ മുഹഖ്ഖീൻ ഇബ്നു ഹജർ അൽ ഹൈതമി റഹിമഹുല്ല തൻ്റെ സവായിഖുൽ മുഹ്രിഖ ഫി റദ്ദി അലാ അഹ്ലി സൈഗി അഹ്ലി ബിദ്അഇ വസ്സന്ദഖ എന്ന ഗ്രന്ഥത്തിൻ്റെ 305, 306 പേജുകളിൽ വളരെ വ്യക്തമായി ഒന്നിലധികം പരമ്പരയിലൂടെ ഉദ്ധരിച്ച് സാരി റളിയല്ലാഹുവിൻ്റെ സംഭവം എടുത്തുദ്ധരിച്ച് നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് കാണാവുന്നതാണ്. ഇങ്ങനെ ധാരാളം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഇമാമുകൾ തന്നെ ഈ സംഭവം എടുത്തുദ്ധരിച്ചുകൊണ്ട് മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കറാമത്തായി കൊണ്ട് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് കാരണ ബന്ധങ്ങൾക്കപ്പുറമുള്ള ഇടപെടൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടത്തിയ സംഭവം, അഥവാ ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരത്തുള്ള 1 മാസം യാത്ര ചെയ്താൽ എത്താൻ സാധിക്കുന്ന തരത്തിലുള്ള
വഴിദൂരമുള്ള നഹാവന്തിലുള്ള സാരിയ റളിയല്ലാഹു അൻഹുവിനെ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനയിലെ മസ്ജിദ് നബവിയുടെ മിമ്പറിൽ വെച്ച് വിളിച്ച് സഹായാർത്ഥന നടത്തിയ സംഭവം, അല്ലെങ്കിൽ സഹായിച്ച സംഭവം, പുത്തനാശയക്കാർ അംഗീകരിക്കുന്ന അവർ അവരുടെ നേതാവായി പരിചയപ്പെടുത്തിയ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്ത് പഠിപ്പിക്കുന്നത് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ നേതാവായി അവർ പരിചയപ്പെടുത്തിയ ഇബ്നു തൈമിയ്യ, അഥവാ മഹാനായ ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനേക്കാളും അബൂ ഹനീഫ ഇമാം റഹിമഹുള്ളയേക്കാളുമൊക്കെ വിജ്ഞാനം ഉള്ള പണ്ഡിതനാണെന്ന്, അവരെ കവച്ചു വെക്കുന്ന പണ്ഡിതനാണെന്ന് ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖമെന്ന ഈ പുസ്തകത്തിൽ പരിചയപ്പെടുത്തിയ ഇബ്നു തൈമിയ്യ, അദ്ദേഹം റിപ്പോർട്ട് ചെയ്ത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇബ്നു തൈമിയ്യയുടെ മജ്മുഉൽ ഫതാവയാണ് എൻ്റെ കയ്യിലുള്ളത്. അതിൻ്റെ 11ാമത്തെ വാള്യം 278 പേജിൽ ഉമർ റളിയല്ലാഹുവിൻ്റെ കറാമത്തായിക്കൊണ്ട് സാരിയ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയും അങ്ങനെ നിർദ്ദേശം നൽകുകയും ആ നിർദ്ദേശമനുസരിച്ച് സാരിയ റളിയല്ലാഹു അൻഹുവും സൈന്യവും നീങ്ങുകയും ശത്രുക്കളെ പരാജയപ്പെടുത്തുകയും ചെയ്തു എന്ന് പുത്തനാശയക്കാരുടെ നേതാവായ ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിൻ്റെ മജ്മുഉൽ ഫതാവ 11ാം വാള്യം 228 റിപ്പോർട്ട് ചെയ്ത് പഠിപ്പിക്കുന്നു. അതേ ഇബ്നു തൈമിയ്യ തന്നെ തൻ്റെ അൽ ഫുർഖാൻ ബൈന ഔലിയായി റഹ്മാൻ ഔലിയായി ഷൈത്താൻ എന്ന പുസ്തകത്തിൻ്റെ 66ാമത്തെ പേജിലും മഹാന്മാരായ സ്വഹാബത്തിൻ്റെയും താബിഈകളുടെയും മറ്റു സ്വാലിഹ്യങ്ങളുടെയും കറാമത്തുകൾ ധാരാളം സ്ഥിരപ്പെട്ടിട്ട് ഉണ്ട് എന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ 67ാമത്തെ പേജിൽ മഹാനായ സാരിയ റളിയല്ലാഹു അൻഹുവിനെ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായ നിലക്ക്, മനുഷ്യ കഴിവിന് അതീതമായ നിലക്ക് ഇടപെടുകയും വിളിക്കുകയും സഹായാർത്ഥം നടത്തുകയും ചെയ്ത സംഭവം ഇബ്നു തൈമിയ്യ ഉദ്ധരിച്ച് പഠിപ്പിക്കുന്നു. അതേ ഇബ്നു തൈമിയ്യ തന്നെ തൻ്റെ കിതാബുൻ നുബുവാത്ത് എന്ന പുസ്തകത്തിൽ അതിൻ്റെ 31ാമത്തെ പേജിലും ഈ സംഭവം എടുത്തുദ്ധരിക്കുന്നുണ്ട്. അതേ ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിൻ്റെ അൽ മുഅ്ജിസത്തു വ കറാമത്തുൽ ഔലിയാ എന്ന പുസ്തകത്തിൻ്റെ 37ാമത്തെ പേജിൽ പറയുന്നത് മുഅ്ജിസാത്ത് ഗൈറുൽ അംബിയാ, അംബിയാക്കൾ അല്ലാത്തവരുടെ മുഅ്ജിസത്തുകൾ എന്ന തലക്കെട്ടിൽ പറയുന്നു. അംബിയാക്കളല്ലാത്തവർക്ക് ഇങ്ങനെ ഉണ്ടാവാം. ഏതുപോലെ ഫമിത്ല ഖൗലി ഉമറ ഫീ ഖിസ്സത്തി സാരിയത, സാരിയ റളിയല്ലാഹുവിൻ്റെ സംഭവം പോലെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അൽ മുഅ്ജിസത്തു വ കറാമത്തുൽ ഔലിയാ എന്ന പുസ്തകത്തിൻ്റെ 36, 37 പേജുകളിൽ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതേപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇബ്നു തൈമിയ്യയ്ക്ക് ശേഷമുള്ള നേതാവായി അവർ ഇസ്ലാഹി പ്രസ്ഥാന ചരിത്രത്തിന് ആമുഖം എന്ന പുസ്തകത്തിൽ ഇബ്നു തൈമിയ്യയ്ക്ക് ശേഷം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പതാക വാഹകനായി രംഗപ്രവേശം ചെയ്ത പണ്ഡിതനാണ് എന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ച ഇബ്നു തൈമിയ്യയുടെ ശിഷ്യനായ ഇബ്നുൽ ഖയ്യിം, ഇബ്നു തൈമിയ്യയ്ക്ക് ശേഷം അദ്ദേഹത്തോടൊപ്പം ജയിലിലടക്കപ്പെട്ട പ്രധാന ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പതാകവാഹകനായി ഹിജ്റ 691 ഡമസ്കസിൽ ഭുജാതനായി ഹിജ്റ 751 നിര്യാതനായ ഈ മഹാപണ്ഡിതൻ്റെ സാദുൽ മആദി എന്ന ഗ്രന്ഥം ഖുർആനിലെയും സുന്നത്തിലെയും അടിസ്ഥാനത്തിൽ ഇസ്ലാമിക വിധികൾ കണ്ടുപിടിക്കാനുള്ള ഏറ്റവും വിശ്വസനീയമായ അടിസ്ഥാന രേഖയായി ഗണിക്കപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തിയ ആ ഇബ്നുൽ ഖയ്യിം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണ് മദാരിജു സാലിക്കീൻ എന്ന് പറയുന്ന ഗ്രന്ഥം, അഥവാ മദാരിജു സാലിക്കീൻ ബൈന മനാസിൽ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ഈ ഗ്രന്ഥം. അതിൻ്റെ 3ാം വാള്യം 238ാമത്തെ പേജിലും മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സാരിയ റളിയല്ലാഹു അൻഹുവിനെ നഹാവന്തി എന്ന സ്ഥലത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സാരിയ റളിയല്ലാഹു അൻഹുവിനെ മദീനയിൽ നിന്നും വിളിച്ചു സഹായിക്കുകയും അല്ലെങ്കിൽ സഹായം തേടുകയും ചെയ്ത സംഭവം റിപ്പോർട്ട് ചെയ്ത് നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതേപോലെ ഇബ്നു തൈമിയ്യയുടെ പ്രധാന ശിഷ്യനും ഹാഫിളും മുഫസ്സിറുമായ ഇബ്നു കസീർ, അദ്ദേഹത്തിൻ്റെ അൽ ബിദായത്ത് വൻ നിഹായ എല്ലാവർക്കും സുപരിചിതമാണ് ഇബ്നു കസീറിനെ. ആ ഇബ്നു കസീർ തൻ്റെ അൽ ബിദായത്ത് വൻ നിഹായ 7ാമത്തെ വാള്യം 106ാമത്തെ പേജിൽ ഈ സാരിയ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം, അഥവാ കാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള ഇടപെടൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സാരിയ റളിയല്ലാഹു അൻഹുവോട് കൂടെ നടത്തിയ സംഭവം, ആ വഹാദാ ഇസ്നാദുൻ ജയ്യിദുൻ ഹസനുൻ, ഇതിൻ്റെ പരമ്പര വളരെ നല്ല പരമ്പരയാണ്, ഹസനായ സ്വീകാര്യോഗ്യമായ പരമ്പരയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇബ്നു കസീർ
തൻ്റെ ബിദായത്തുൻ നിഹായയുടെ 7-ാം വാള്യം 106-ാമത്തെ പേജിൽ റിപ്പോർട്ട് ചെയ്ത് നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ സംഭവം സനദ് സഹിയാണ്, ഹസനാണ് എന്ന് പറഞ്ഞത് ആരെ തൊട്ടാണ് ഉദ്ധരിക്കുന്നത് എന്നുകൂടി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധാരണ വഹാബികൾ തള്ളിക്കളയാറുള്ള, കള്ളനാണ് പരിചയപ്പെടുത്താറുള്ള സൈഫ് ബിൻ ഉമർ ലബ്ബി എന്ന് പറയുന്ന മഹാനിൽ നിന്നാണ് ഇബ്നു കസീർ ഈ സംഭവം ഉദ്ധരിക്കുന്നത്. അതുപോലെ ധാരാളം സംഭവങ്ങളും മുമ്പ് പലപ്പോഴും പറഞ്ഞ ഇസ്തിസ്ഖലി ഉമ്മത്തിക്ക എന്ന ആ സംഭവം പറഞ്ഞെടുത്തും സൈഫ് ബിൻ ഉമർ ബിൻ ലബ്ബി എന്നവരെ അവലംബമാക്കിക്കൊണ്ടും അദ്ദേഹത്തെ സ്വീകാര്യനാക്കിക്കൊണ്ടുമാണ് ഇബ്നു കസീർ ആ സംഭവങ്ങളൊക്കെ ഉദ്ധരിക്കുന്നത് എന്നത് ഈ സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്, നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ മുജാഹിദ് പ്രസ്ഥാനക്കാർ എപ്പോഴും പറയാറുള്ള, ഈ അടുത്ത കാലത്തും പലപ്പോഴും ഉദ്ധരിക്കാറുള്ളൊരു പണ്ഡിതനും അതിൻ്റെ കിതാബുമാണ് സുൻഉല്ലാഹിൽ ഹലബി എന്ന് പറയുന്ന 1120 മരിച്ച പണ്ഡിതൻ. അയാളുടെ സൈഫുല്ലാഹി അലാ മൻ കദബ അലാ ഔലിയാ ഇല്ല എന്ന പുസ്തകത്തിൻ്റെ 121-22 പേജുകളിലും സാരിത്രല്ലാഹുവിനെ ഉമറുല്ലാഹുവിനെ വിളിക്കുകയും ആ വിളി അനുസരിച്ച് അവർക്ക് സഹായം ലഭിക്കുകയും യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു എന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെ ഈ സൈഫുല്ലാഹി അലാ മൻ കദബ അലാ ഔലിയാ ഇല്ല എന്ന പുസ്തകത്തിൽ സുൻഉല്ലാഹിൽ ഹലബി വളരെ വ്യക്തമാക്കി പറഞ്ഞതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. എന്തിനേറെ പറയണം, മുജാഹിദ് പ്രസ്ഥാനക്കാരുടെ പൂർവ്വകാല കേരളത്തിലെ നേതാക്കളായ അവരുടെ പണ്ഡിത സഭയായ ജംഇയ്യത്തുൽ ഉലമ പുറത്തിറക്കിയ അൽ വിലായത്ത് വൽ കറാമ എന്ന പുസ്തകത്തിൻ്റെ കോപ്പിയാണ് എൻ്റെ കയ്യിലുള്ളത്. കേരള ജംഇയ്യത്തുൽ ഉലമ പുറത്തിറക്കിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ 22-ാമത്തെ പേജിലും ഉമറുല്ലാഹിൻ്റെ കറാമത്തായി കൊണ്ട് മഹാനായ സാരിത്തുല്ലാഹിനെ വിളിക്കുകയും നിർദ്ദേശം നൽകുകയും സഹായം തേടുകയും അല്ലെങ്കിൽ സഹായം ചെയ്യുകയും ചെയ്ത സംഭവം ഉദ്ധരിക്കുകയും അത് ഉദ്ധരിച്ചുകൊണ്ട് ഈ ആസർ സ്വഹീഹായ റിവായത്ത് കൊണ്ട് സുബൂത്തായിട്ടുള്ളതാണ്, അഥവാ സ്വീകാര്യോഗ്യമായ പരമ്പരയുടെ വന്നിട്ടുള്ളതാണ് എന്ന് പ്രസ്താവിക്കുകയും ചെയ്തുകൊണ്ടാണ് അൽ വിലായത്തുൽ കറാമ എന്ന കേരളത്തെ മുജാഹിദ് പ്രസ്ഥാനക്കാരുടെ മുൻകാല നേതാക്കളായ പണ്ഡിതന്മാർ ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിൽ പുറത്തിറക്കിയ പുസ്തകത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത് എന്നും ശ്രദ്ധേയമാണ്. അതേപോലെ ഈ അടുത്ത കാലത്ത് അവരുടെ നേതാവായി അവർ പരിചയപ്പെടുത്തുന്ന വലിയ മുഹദ്ദിസാണെന്ന് കൊട്ടിഘോഷിക്കുന്ന നാസറുദ്ദീൻ അൽബാനി എന്ന അവരുടെ പണ്ഡിതൻ, അയാൾ അദ്ദേഹത്തിൻ്റെ ഒരു ടിപ്പണിയിൽ മഹാനായ ഇമാം തുബ്രിസി റഹ്മത്തുള്ളാഹിയുടെ മിഷ്കാത്തുൽ മസാബിഹിനിക്ക് ഈ അൽബാനി എന്ന് പറയുന്ന വ്യക്തി അതിനെ ടിപ്പണി നടത്തുകയും തഹ്ഖീഖ് ചെയ്യുകയും ചെയ്തുകൊണ്ട് അതിൻ്റെ 3-ാം വാള്യം 1678 പറയുന്നത് റവാഹു ഇബ്നു അസാക്കിർ. ഈ സംഭവം സാരിയത്ത് റളിയല്ലാഹു അൻഹുവിനെ ഉമറുല്ലാഹു മദീനയിൽ നിന്ന് വിളിച്ച സംഭവം അത് ഇബ്നു അസാക്കിർ റഹ്മത്തുള്ളാഹി ഉദ്ധരിച്ചിട്ടുണ്ട്. വഗൈറുഹു മറ്റു പണ്ഡിതന്മാരും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബി ഇസ്നാദിൻ ഹസനിൻ സ്വീകാര്യമായ പരമ്പരയോടുകൂടെ എന്ന് വളരെ വ്യക്തമായി മിഷ്കാത്തുൽ മസാബിഹിൻ്റെ ടിപ്പണി നടത്തിക്കൊണ്ട് അടിക്കുറിപ്പ് എഴുതിക്കൊണ്ട് അൽബാനിയും വ്യക്തമാക്കിയതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ചുരുക്കത്തിൽ മഹാനായ സയ്യിദ്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തെ മിമ്പറിൽ വെച്ചുകൊണ്ട് പേർഷ്യയിലെ നഹാബന്ദി എന്ന സ്ഥലത്ത് യുദ്ധത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന, അഥവാ 1 മാസം യാത്ര ചെയ്താൽ എത്താവുന്ന ദൂരത്തുള്ള സാരിത്ത് റളിയല്ലാഹു അൻഹുവിനെ മദീനത്തെ പള്ളിയിൽ വെച്ച് വിളിക്കുകയും പർവ്വതത്തിൻ്റെ ബാക്കിലേക്ക് ശ്രദ്ധ ചെലുത്തണമെന്ന് കൽപ്പിക്കുകയും ആ നിർദ്ദേശം അവിടെയുള്ള എല്ലാ സ്വഹാബത്തും യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാവരും അതുപോലെ സാരി അള്ളാഹു കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് മുത്തനവാദികളുടെ നേതാക്കൾ വരെ പഠിപ്പിച്ച സംഭവമാണ്. അഥവാ കാര്യകാര ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള ഇടപെടൽ, അതുപോലെ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ഇടപെടൽ മുജാഹിദ് പ്രസ്ഥാനക്കാർ നൽകിയ ഷിർക്കിൻ്റെ നിർവചനം അനുസരിച്ച് ഷിർക്കാണെന്ന് പറഞ്ഞ ആ ഇടപെടൽ സയ്യിദ്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടത്തിയത് ലോക പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിച്ച് പഠിപ്പിക്കുന്നു. പുത്തൻവാദികളുടെ നേതാക്കളും അത് പഠിപ്പിക്കുന്നു. പക്ഷേ കേരളത്തിലെ പുത്തനാശയക്കാർ, മുജാഹിദ് പ്രസ്ഥാനക്കാർ പറയുന്നു കാര്യകാരണ ബന്ധങ്ങൾക്ക് അപ്പുറമുള്ള തേട്ടം അത് പ്രാർത്ഥനയാണ്, ആരാധനയാണ്, അതുകൊണ്ട് തന്നെ അത് ഷിർക്കാണ് എന്ന് പറയുന്നു. അതുപോലെ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ജീവിച്ചിരിക്കുന്നവരോട് തേടിയാലും മരണപ്പെട്ടവരോട് തേടിയാലും പറഞ്ഞാലും അത് ഷിർക്കാണ്, ബഹുദൈവാരാധനയാണ് എന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന പുസ്തകത്തിൻ്റെ 77-ാമത്തെ പേജിലും അവർ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നിർവചനം അനുസരിച്ച്, മുജാഹിദുകൾ നൽകിയ ഈ നിർവചനം അനുസരിച്ച് മഹാനായ സയ്യിദ്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്ത പണിയും അത് ഷിർക്കിലേക്ക് ചെന്നെത്തിക്കുമെന്നാണ് മുജാഹിദുകൾ പഠിപ്പിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.